ഒരു നഗരം ലോകത്തിനു മുന്നിൽ അവരുടെ പ്രതിച്ഛായം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനായി അവർ ലക്ഷ്യമിടുന്നത് ഒരു ഭീമാകാരമായ ലോക റെക്കോർഡാണ്. 15 ലക്ഷം ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിവിട്ട് ചരിത്രം സൃഷ്ടിക്കാൻ ക്ലേവ്ലാൻഡ് എന്ന ഈ നഗരം തീരുമാനിച്ചു. എന്നാൽ ലോകം ഓർമ്മിക്കുമെന്നും കരുതിയ ആ ഗംഭീര കാഴ്ച കേവലം വിജയ നിമിഷമായി മാറിയില്ല. പകരം അത് ചരിത്രത്തിലെ മാരകമായ ദുരന്തമായി രേഖപ്പെടുത്തി. ഈ ഞെട്ടിക്കുന്ന റെക്കോർഡ് ശ്രമം എങ്ങനെയാണ് 2 മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുത്താൻ കാരണമായത്? എങ്ങനെയാണ് ക്ലീവ്ലാൻഡിലെ ആ വലിയ ബലൂൺ വിക്ഷേപണം കാരണം ഒരു വിമാനത്താവളം തന്നെ അടച്ചുപൂട്ടേണ്ടി വന്നത്? അതുപോലെ ഈ ബലൂണുകൾ എങ്ങനെയാണ് കോസ്റ്റ് ഗാർഡിന് ഒരു തിരച്ചിൽ രക്ഷാപ്രവർത്തനം പോലും വളരെ കഠിനമാക്കുന്ന ഒന്നായി മാറ്റിയത്? ഈ ഞെട്ടിക്കുന്ന കഥയുടെ ഓരോ വിശദാംശങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ക്ലീവ്ലാൻഡ് ഡിസാസ്റ്റർ 1986 ബലൂൺ ഫെസ്റ്റിന്റെ പൂർണ്ണമായ കഥയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ക്ലീവ്ലാൻഡ് എന്തിനാണ് ഇത്രയും ഭീമാകാരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടതുണ്ട്. അക്കാലത്ത്, അതായത് 1980കളുടെ മധ്യത്തിൽ ക്ലീവ്ലാൻഡിന് മോശമായ ഒരു പ്രശസ്തി ഉണ്ടായിരുന്നു. അവരുടെ കുപ്രസിദ്ധമായ വിളിപ്പേരിൽ നിന്ന് അത് വ്യക്തമായിരുന്നു. ക്ലീവ്ലാൻഡ് ഒരു പിഴവല്ലെന്നും മറിച്ച് ഒരു ലോകോത്തര നഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ലോകത്തിനു മുന്നിൽ തെളിയിക്കാൻ നഗര നേതാക്കൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഈ ബലൂൺ ഫെസ്റ്റിനെ അവർ പല ലക്ഷ്യങ്ങൾക്കായി കണ്ടു. ഇന്ന് ഇതൊരു വലിയ ചാരിറ്റി ഫണ്ട് റൈസറായും കണക്കാക്കപ്പെട്ടു. 2 വളരുന്ന ക്ലീവ്ലാൻഡ് നഗരങ്ങളെ ലോക ഭൂപടങ്ങളിൽ സ്ഥാപിക്കാനുള്ള ഒരു വലിയ മാർഗമായി ഈ ഇവന്റ് ആവിഷ്കരിക്കപ്പെട്ടു. തൊട്ടുമുമ്പുള്ള വർഷം ഏറ്റവും കൂടുതൽ ബലൂൺ വിക്ഷേപിച്ചതിനുള്ള ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരുന്നത് പ്രശസ്തമായ ഡിസ്നിലാൻഡ് ആയിരുന്നു. ഡിസ്നിലാൻഡിനെ മറികടക്കുന്നത് ക്ലീവ്ലാൻഡിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ പറ്റിയ വഴിയാണെന്ന് നഗര നേതാക്കൾ എന്തോ കാരണത്താൽ ഉറച്ചു ചിന്തിച്ചു. ഈ ചിന്തയുടെ ഫലമായി യുണൈറ്റഡ് വേ ഓഫ് ക്ലീവ്ലാൻഡ് നഗരത്തിന് മുകളിലൂടെ ഏകദേശം 15 ലക്ഷം ബലൂണുകൾ വിക്ഷേപിക്കാനുള്ള തങ്ങളുടെ ഭീകരമായ പദ്ധതി ആവിഷ്കരിച്ചു. ക്ലീവ്ലാൻഡ് നഗരത്തെ ലോകോത്തരമായി ഉയർത്തിക്കാട്ടാനുള്ള ഒരു മാർഗമായി അവർ ഈ വലിയ വിക്ഷേപണത്തെ കണ്ടു. ഈ ഭീമാകാരമായ ഇവന്റിനു വേണ്ടി ഏകദേശം 6 മാസത്തെ കൃത്യമായ ആസൂത്രണം ആവശ്യമായിരുന്നു. ബലൂണുകൾ പുറത്തുവിടുന്നതിനായി അവർ ഒരു സിറ്റി ബ്ലോക്കിന്റെ വലുപ്പമുള്ള ഒരു വലിയ വലയുടെ നിർമ്മാണവും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 15 ലക്ഷം ബലൂണുകളിൽ ഹീലിയം നിറക്കാൻ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ മണിക്കൂറുകളോളം കഠിനാധ്വാനം ചെയ്തു. എല്ലാ ബലൂണുകളും കൃത്യസമയത്ത് തന്നെ വിക്ഷേപണത്തിനായി തയ്യാറായിരുന്നു. ഒടുവിൽ കാത്തിരിപ്പിനും കഠിനാധ്വാനത്തിനും ശേഷം 1986 സെപ്റ്റംബർ 27 ബലൂൺ ഫെസ്റ്റ് ദിനം വന്നെത്തി. എന്നാൽ നഗരത്തിൽ ഈ അന്തിമ തയ്യാറെടുപ്പുകൾ നടക്കുമ്പോൾ തന്നെ കിഴക്ക് ഭാഗത്തുള്ള ലേക്ക് ഏരിയയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ദുരന്ത കഥ വികസിച്ചു വരുന്നുണ്ടായിരുന്നു. തലേദിവസം രാത്രിയിൽ കനത്ത കൊടുങ്കാറ്റ് ആ പ്രദേശത്തു കൂടി വീശിയടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മുന്നറിയിപ്പ് അപ്പോഴും നിലനിന്നിരുന്നു. നഗരം ഒരു റെക്കോർഡിനായി തയ്യാറെടുക്കുമ്പോൾ പ്രകൃതി ഇതിനകം തന്നെ അപകട സൂചന നൽകിയിരുന്നു എന്നത് മനസ്സിലാക്കണം. കൊടുങ്കാറ്റിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് 2 പേർ മീൻ പിടിക്കാൻ തടാകത്തിലേക്ക് പോയിരുന്നു. ബലൂൺ ഫെസ്റ്റ് നടക്കുന്ന സെപ്റ്റംബർ 27 രാവിലെ ഇവരെ കാണാതായി കുടുംബങ്ങൾ അധികാരികളെ അറിയിച്ചു. അധികാരികൾ ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും അവരുടെ ബോട്ട് തടാകത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. കനത്ത കാലാവസ്ഥ കാരണം അവർ കടലിൽ വീണതാകാമെന്ന് അധികൃതർ സംശയിച്ചു. ഇതൊരു അതീവ ഗുരുതരമായ സാഹചര്യമായിരുന്നു. കാരണം ഇവിടെ 2 മനുഷ്യജീവനുകൾ അപകടത്തിലായിരുന്നു. ഈ നിർണായക സാഹചര്യത്തിലാണ് കോസ്റ്റ് ഗാർഡ് ഉടൻ തന്നെ ഒരു തിരച്ചിൽ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അവർ ലേക്ക് ഇറയിലൂടെ ഭാഗങ്ങളിൽ അതികഠിനമായ തിരച്ചിൽ നടത്തുകയായിരുന്നു. അതേസമയം നഗരത്തിന്റെ പബ്ലിക് സ്ക്വയറിൽ വിക്ഷേപണത്തിന് സാക്ഷ്യം വഹിക്കാൻ 1 ലക്ഷത്തിലധികം ആളുകൾ തടിച്ചുകൂടിയിരുന്നു. തടാകത്തിലെ ജീവമരണ പോരാട്ടത്തെക്കുറിച്ച് അപ്പോൾ നഗരത്തിലെ ജനക്കൂട്ടം അറിഞ്ഞിരുന്നില്ല. തലേ രാത്രിയിലെ കനത്ത കൊടുങ്കാറ്റും മാറിയതിൽ ഇവന്റ് സംഘാടകർക്ക് വലിയ സന്തോഷം നൽകിയിരുന്നു. അവർ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. എന്നാൽ സമയം മുന്നോട്ടു പോകുമ്പോൾ സാഹചര്യം വീണ്ടും കൈവിട്ടു. കാലാവസ്ഥ വീണ്ടും മോശമായി. വലിയൊരു മഴമേഘം അതിവേഗം ക്ലീവ്ലാൻഡ് നഗരത്തിലേക്ക് അടുത്തു വരികയായിരുന്നു. ബലൂണുകൾ ഈ ഘട്ടത്തിൽ എല്ലാം ഹീലിയം നിറച്ച് പൂർണ്ണമായും തയ്യാറായിരുന്നു. ഇത്രയും വലിയ അളവിൽ ബലൂണുകൾ ഇതിനകം നിറച്ചതിനാൽ ഈ ഘട്ടത്തിൽ പരിപാടി മാറ്റിവെക്കുന്നത് പ്രായോഗികമായി അസാധ്യമായിരുന്നു. മാറ്റിവെക്കുക എന്നാൽ 6 മാസത്തെ പ്രയത്നവും ലക്ഷക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും പാഴാക്കുക എന്നർത്ഥം. അതിനാൽ അവർ നിശ്ചയിച്ച ഷെഡ്യൂൾ ചെയ്ത സമയത്തിലും നേരത്തെ അവർ വേഗത്തിൽ ബലൂണുകൾ വിട്ടയക്കാൻ തീരുമാനിച്ചു. നിമിഷങ്ങൾക്കകം 15 ലക്ഷത്തിലധികം ബലൂണുകൾ ക്ലീവ്ലാൻഡിൽ ആകാശത്തിലേക്ക് കുതിച്ചുയർന്നു. ഇതൊരു പുതിയ ലോക റെക്കോർഡ് തകർക്കുന്ന കാഴ്ചയായിരുന്നു. സംശയമില്ലാതെ വിക്ഷേപണം കാഴ്ചയിൽ ഗംഭീരമായിരുന്നു. ആ നിമിഷം ക്ലീവ്ലാൻഡ് നഗരത്തിന് ഒരു വലിയ വിജയ നിമിഷമായിരുന്നു. അവർ ലോകോത്തര നഗരമായി മാറാനുള്ള വഴിയിൽ ആദ്യ ചുവട് വെച്ചതായി അവർ കരുതി. പക്ഷേ ദുഃഖകരമാണെന്ന് പറയട്ടെ, ഈ വിജയ നിമിഷം അധികനാൾ നീണ്ടുനിന്നില്ല.
സംഘാടകരുടെ പ്രതീക്ഷ ഹീലിയം നിറച്ച ഈ ബലൂണുകൾ കുറച്ചുകാലം ആകാശത്തിൽ ഒഴുകി നടക്കുമെന്നും ശേഷം ഓരോന്നായി കാറ്റുപോയി വളരെ ദൂരെ ഭൂമിയിലേക്ക് തിരികെ വരികയും ചെയ്യുമെന്നതായിരുന്നു. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. പെട്ടെന്ന് കാറ്റ് അതിശക്തമായി അതിന്റെ ദിശ മാറ്റിക്കളഞ്ഞു. ബലൂണുകൾ ഇപ്പോൾ അതിവേഗം പിന്നോട്ട് നഗരത്തിലേക്ക് തന്നെ പോകാൻ തുടങ്ങി. ആദ്യം കാഴ്ചയുടെ ഭംഗിയിൽ മതിമറന്ന ഒരാൾ ഇത് മനോഹരമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ മറ്റൊരാൾ ഉടൻ തന്നെ ആ മുന്നറിയിപ്പ് നൽകി. ബലൂണുകൾ ഈ വഴിയെ തിരിച്ചു വരുന്നു. അവരുടെ തറയിലേക്ക് തന്നെ ആ ബലൂണുകൾ പതിക്കാൻ ആരംഭിച്ചു. അടുത്തു വന്ന തണുത്ത വാഴുവിൻ്റെയും ഒപ്പം കടന്നുവരുന്ന മഴയുടെയും സംയോജനം ഇപ്പോഴും ഹീലിയം നിറഞ്ഞത് വീർപ്പിച്ച് നിർത്തിയ 10,000 ബലൂണുകളെ കൂട്ടത്തോടെ താഴേക്ക് തറയിലേക്ക് തന്നെ അതിശക്തമായി തള്ളിവിട്ടു. ഇതിന്റെ ഫലം ക്ലീവ്ലാൻഡ് നഗരത്തിൽ ഒരു വൻ കുഴപ്പമായിരുന്നു. ആകാശത്തു നിന്നും കൂട്ടത്തോടെ ഇറങ്ങി വന്ന 15 ലക്ഷം ബലൂണുകൾ ക്ലീവ്ലാൻഡിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി. കാറ്റ് ഈ ബലൂണുകളെ അതിവേഗം ബർക്ക് ലോക്ക് ഫ്രണ്ട് എയർപോർട്ടിലേക്ക് എത്തിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ വിമാനത്താവളത്തിന്റെ റൺവേകൾ പൂർണ്ണമായും ബലൂണുകൾ നിറഞ്ഞു. റൺവേകൾ ഉപയോഗശൂന്യമായതോടെ എല്ലാ വിമാന സർവീസുകളും ഉടനടി നിർത്തിവെക്കേണ്ടി വന്നു. വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തെറ്റിച്ചതിന് പുറമെ നഗരത്തിലെ പ്രധാന തെരുവുകളിലും ബലൂണുകൾ കൂട്ടത്തോടെ ഇറങ്ങാൻ ആരംഭിച്ചു. ഇത് ക്ലീവ്ലാൻഡിന്റെ ഗതാഗതത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി. റോഡുകളിൽ ദൃശ്യങ്ങൾ മറയ്ക്കുകയും ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തതിനെ തുടർന്ന് നിരവധി കാർ അപകടങ്ങൾ ഉണ്ടായി. ഈ പ്രധാന റോഡുകൾ തടസ്സമില്ലാതെ തുടർന്നു കൊടുക്കുന്നതിനായി ബലൂണുകൾ നീക്കം ചെയ്യാൻ ബുൾഡോസർ എത്തുന്നതുവരെ ഈ റോഡുകൾ എല്ലാം അടച്ചിടേണ്ടി വന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ റെക്കോർഡ് ആഘോഷിക്കാൻ തുടങ്ങിയ നഗരം നിശ്ചലാവസ്ഥയിലായി. ഇത്രയും വലിയ കോലാഹലങ്ങൾ നഗരത്തിൽ നടക്കുമ്പോൾ പോലും കോസ്റ്റ് ഗാർഡ് ഇപ്പോഴും ലേക്ക് എറയിൽ കാണാതായ ആ 2 മത്സ്യത്തൊഴിലാളികളെ തിരയുകയായിരുന്നു. ഇവിടെയാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ വിരോധാഭാസം സംഭവിച്ചത്. ക്ലീവ്ലാൻഡിന്റെ ആ വലിയ ബലൂൺ വിക്ഷേപണം കോസ്റ്റ് ഗാർഡിന് ഈ നിർണായകമായ തിരച്ചിൽ ദൗത്യത്തെ വളരെ കഠിനമാക്കുന്ന ഒന്നായി മാറ്റി. വിക്ഷേപിച്ച ബലൂണുകൾ പ്രതീക്ഷിച്ചതുപോലെയല്ല സംഭവിച്ചത്. അവ വലിയ അളവിൽ, അതായത് വിക്ഷേപിച്ച ബലൂണുകളുടെ ഏകദേശം 60% വരെ ലേക്ക് എറയിൽ തന്നെ പതിച്ചു. സംഘാടകർ തടാകത്തിൽ പ്രതീക്ഷിക്കുന്നത് വെറും 10% ബലൂണുകൾ മാത്രമായിരുന്നു. ഇതോടെ തടാകത്തിന്റെ ഉപരിതലം ബലൂണുകളാൽ നിറഞ്ഞു. തിരച്ചിൽ നടത്തിയ ഉദ്യോഗസ്ഥൻ ഈ അവസ്ഥയെക്കുറിച്ച് ഞെട്ടലോടെ വിവരിച്ചത് ശ്രദ്ധേയമാണ്. അദ്ദേഹം ഈ സാഹചര്യം വിവരിക്കാൻ ഉപയോഗിച്ചത് ഇത് വൈക്കോൽ കൂമ്പാരത്തിൽ സൂചി തിരയുന്നത് പോലെയാണ് എന്ന ഉപമയായിരുന്നു. ഈ വെള്ളത്തിൽ ഇത്രയധികം ബലൂണുകൾക്കിടയിൽ ഒഴുകി നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടെത്താൻ കഴിയുമോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. മാത്രമല്ല, ഒരു സാധാരണ ലൈഫ് ജാക്കറ്റ് പോലും ഇത്രയധികം ബലൂൺ മാലിന്യങ്ങൾക്കിടയിൽ കാഴ്ചയിൽ നിന്നും മറഞ്ഞു പോകില്ലെന്നും അദ്ദേഹം ചോദിച്ചു. ബലൂൺ മാലിന്യങ്ങൾ തിരച്ചിലിനെ പൂർണ്ണമായും തടസ്സപ്പെടുത്തിയതോടെ കാണാതായവരെ കണ്ടെത്താനുള്ള പ്രതീക്ഷ മങ്ങി. ഒടുവിൽ ബലൂണുകൾ വിക്ഷേപിച്ച് കൃത്യം 2 ദിവസത്തിനു ശേഷം സെപ്റ്റംബർ 29-ന് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ കോസ്റ്റ് ഗാർഡ് ദുഃഖത്തോടെ അവസാനിപ്പിക്കേണ്ടി വന്നു. തിരച്ചിൽ നിർത്തിവെച്ചതിന് പിന്നാലെ താമസിയാതെ കാണാതായ ആ 2 പേരുടെയും മൃതദേഹങ്ങൾ കരക്കടിഞ്ഞു. 15 ലക്ഷം ബലൂണുകൾ വിക്ഷേപിക്കാനുള്ള ക്ലീവ്ലാൻഡിന്റെ ശ്രമം, ലോക റെക്കോർഡിന് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം ഒടുവിൽ 2 മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു എന്ന വേദനിപ്പിക്കുന്ന സത്യം നഗരം തിരിച്ചറിഞ്ഞു. എങ്കിലും സാങ്കേതികമായി ഈ ബലൂൺ ഫെസ്റ്റ് ലോക റെക്കോർഡുകൾ സ്ഥാപിച്ചു. 1988 പതിപ്പിലെ ദ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഈ ഇവന്റ് ഇടം നേടി. എന്നാൽ അതിനുശേഷം ഗിന്നസ് അധികൃതർ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. ഈ മാരകമായ ദുരന്തത്തിന് ശേഷം താമസിയാതെ ഗിന്നസ് ബലൂൺ വിക്ഷേപണമെന്ന വിഭാഗം പൂർണ്ണമായും അവസാനിപ്പിച്ചു. ക്ലീവ്ലാൻഡിന്റെ പ്രതിച്ഛായ മാറ്റാനുള്ള ഒരു ശ്രമം എങ്ങനെയാണ് ഒരു വലിയ പാരിസ്ഥിതിക ദുരന്തത്തിലും വിമാനത്താവള അടച്ചുപൂട്ടലിലും ഏറ്റവും നിർണായകമായി 2 മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തത്തിലും കലാശിച്ചത് എന്നതിന്റെ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ കഥ. ഈ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നത് റെക്കോർഡുകൾ തകർക്കുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യജീവനും. പ്രകൃതിയുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുള്ള ഒരു വലിയ പാഠവുമാണിത്. വീഡിയോ ഇൻഫർമേറ്റീവായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാനും കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിലും വലിയ ഇൻഫർമേറ്റീവ് വീഡിയോയുമായി ഉടൻ കാണുന്നതുവരെ ഗുഡ് ബൈ.